മാന്ത്രിക മോതിരം എന്ന കഥ തുടരുന്നു. അതിമനോഹരമായ ഒരു കിടപ്പറയിലായിരുന്നു അവൻ കിടന്നിരുന്നത്. അവൻ പുറത്തേക്കിറങ്ങി നോക്കി. യുവാക്കൾ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാം സംഭവിച്ചിരിക്കുന്നു. താൻ ആജ്ഞാപിച്ചതുപോലെ മാർട്ടിൻ ചെയ്തത് കണ്ട് രാജാവിന് സന്തോഷവും അത്ഭുതവും ഉണ്ടായി. അദ്ദേഹം ഉടൻ തന്നെ രാജകുമാരിയെ ആളയച്ചു വിളിച്ചു വിവാഹത്തിന് ഒരുങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു. രാജകുമാരി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ സമയം മാർട്ടിൻ ആ 12 യുവാക്കളെ വിളിപ്പിച്ചു. ഒരു പ്രഭുകുമാരനെ പോലെ എന്നെ അണിയിച്ചൊരുക്കൂ. മിടുക്കന്മാരായ 6 കുതിരകൾ പൂട്ടിയ ഒരു സ്വർണ്ണരഥവും തയ്യാറാക്കൂ, മാർട്ടിൻ അവരോട് പറഞ്ഞു. യജമാനൻ ആഗ്രഹിക്കുന്നതുപോലെ, അവർ മറുപടി പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ മാർട്ടിൻ ഏറ്റവും മനോഹരമായ വസ്ത്രം ലഭിച്ചു. അവനത് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. അവൻ പുറത്തേക്ക് നോക്കി. സ്വർണത്തിലും വെള്ളിയിലും പൊതിഞ്ഞ 6 കേമന്മാരായ കുതിരകൾ വലിക്കുന്ന രഥം മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ രഥത്തിൽ കയറി പള്ളിയിലേക്ക് തിരിച്ചു. വിവാഹം വളരെ ഗാംഭീര്യമായി നടന്നു. രാജാവ് തൻ്റെ മകൾക്ക് കനത്ത സ്ത്രീധനമാണ് നൽകിയത്. കുറച്ചുകാലം ആ യുവദമ്പതികൾ ഒരുമിച്ച് കഴിഞ്ഞു. അതിനിടയിൽ മാർട്ടിൻ പുതിയ കൊട്ടാരങ്ങളും ഉദ്യാനങ്ങളും പണിതു. എന്നിട്ടും താൻ ഒരു രാജകുമാരനെയല്ല, മറിച്ച് ഒരു സാധാരണക്കാരനെയാണല്ലോ വിവാഹം കഴിച്ചത് എന്നോർത്ത് രാജകുമാരി ദുഃഖിച്ചു. അത് കണ്ട് അവനിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ തീരുമാനിച്ചു. മാർട്ടിന്റെ രഹസ്യം അറിയാൻ അവൾ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവൻ പറഞ്ഞില്ല. ഒരു ദിവസം മാർട്ടിൻ അവളോട് മാന്ത്രിക മോതിരത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ നല്ല ഉറക്കത്തിലായ തക്കം നോക്കി അവൾ ആ മോതിരം മോഷ്ടിച്ചു തൻ്റെ മെലിഞ്ഞ വിരലുകളിൽ അണിഞ്ഞു. പെട്ടെന്ന് 12 യുവാക്കൾ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സുന്ദരിയായ രാജകുമാരി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ചോദിച്ചു. മാർട്ടിനു വേണ്ടി നിർമ്മിച്ചവയെല്ലാം നശിപ്പിച്ചിട്ട് അവനെ അവൻ്റെ പഴയ ഇടിഞ്ഞുപൊളിഞ്ഞ വീട്ടിലേക്ക് മാറ്റാൻ അവൾ അവരോട് പറഞ്ഞു. മാത്രമല്ല തന്നെ ത്രൈസ്-നൈനാൻ നാടിന് അപ്പുറത്തുള്ള എലികളുടെ സാമ്രാജ്യമായ ത്രൈസ്-ടൈൻ നാട്ടിലേക്ക് പോകാനും അവൾ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ കാറ്റിൻ്റെ വേഗതയിൽ ആ കൈകൾ അവളെ എലികളുടെ സാമ്രാജ്യമായ ത്രൈസ്-നൈൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ രാജാവ് ഉണർന്ന് മട്ടുപ്പാവിൽ വന്നു നിന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു സാധാരണ കുടിലായിരുന്നു. രാജാവ് ഞെട്ടിപ്പോയി. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ് വരാൻ അദ്ദേഹം തൻ്റെ പരിചാരകരെ ഏർപ്പാടാക്കി. പരിചാരകൻ കാര്യങ്ങൾ തിരക്കി വന്നു രാജാവിനോട് പറഞ്ഞു. തിരുമനസ്സേ, മാർട്ടിനും അവൻ്റെ അമ്മയും ഇപ്പോൾ ധനികരല്ല. അങ്ങയുടെ സുന്ദരിയായ മകളെ കാണാനുമില്ല.